നിങ്ങൾക്കറിയുമോ ഒരു യാഥാർത്ഥ്യം പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഹൽ യൻദുറൂന ഇല്ലാ അൻ തഅതിയഹുൽ മലായിക ഔ യഅതിയ റബ്ബുക ഔ യഅതിയ ബഅദു ആയാതി റബ്ബിക്. അല്ലാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിട്ടുണ്ട്. അല്ലാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സമയമായിട്ടുണ്ട്. യൗമ യഅതി ബഅദു ആയാതി റബ്ബിക. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെവി തുറന്ന് കേൾക്കേണ്ട ഒരു വിഷയമാണിത്. യൗമ യഅതി ബഅദു ആയാതി റബ്ബിക്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ എന്തൊക്കെയാണ് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ? എന്തൊക്കെയാണ്? ദജ്ജാൽ കടന്നു വരുമെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. യഅജൂജ് മഅജൂജ് കടന്നു വരുമെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അതുപോലെ തന്നെ സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിക്കുമെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ദാബത്തുൽ അർള് ദൃഷ്ടാന്തമാണ്. ഖിയാമത്ത് നാൾ ദൃഷ്ടാന്തമാണ്. ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ നിങ്ങളിലേക്ക് കടന്നു വന്നാൽ ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ. അന്ന് ഒരാളുടെ ഈമാനും അല്ലാഹു സ്വീകരിക്കൂല എന്നാണ്. അഥവാ ദജ്ജാൽ പുറപ്പെട്ട വിവരം നമ്മുടെ ചാനലുകളും പത്രങ്ങളും ബ്രോഡ്കാസ്റ്റ് ചെയ്താൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്നോ നാളെയോ ദജ്ജാൽ വന്നു എന്ന് സങ്കല്പിക്കുക. എന്നാൽ നമ്മുടെ ചാനലുകളിലൊക്കെ വാർത്ത വരൂലേ, ദജ്ജാൽ പുറപ്പെട്ടു എന്നുള്ള വാർത്ത വരൂലേ? ഇവിടെ നിങ്ങള് ഇവിടെ ഉണ്ടാ വരുവോ? എന്ത് നിങ്ങൾ ആലോചിക്കാൻ മാത്രം എന്താ ഉള്ളത്? സൗദിയിൽ നിന്ന് സൗദി രാജാവ് വരുമ്പോ എല്ലാ പത്രത്തിലും നിറയെ സൗദി രാജാവ് ദജ്ജാൽ വന്നാ പിന്നെ കൊടുക്കാത്തത്? എന്തായാലും കൊടുക്കൂലേ? ദജ്ജാൽ പുറപ്പെട്ടാൽ എന്തായാലും പത്രങ്ങളിൽ വാർത്ത കൊടുക്കൂലേ? ഇനി മുക്കി വെക്കാൻ കഴിയോ? മൂടി വെക്കാൻ കഴിയോ? ഏത് മുസ്ലിങ്ങൾ പറഞ്ഞതാണ് ഇസ്ലാം സത്യമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞ് എത്ര കാലം മൂടി വെക്കും? ഇവിടെ ചാനലുകൾ ഒന്നല്ലല്ലോ, എല്ലാവർക്കും ഇല്ല ചാനല്, എല്ലാവർക്കും ഇല്ല പത്രങ്ങള്. ദജ്ജാൽ പുറപ്പെട്ടാലും യജൂജ് മഅജൂജ് കടന്നു വന്നാലും ആ സമയത്തുള്ള ടെക്നോളജി എന്ത് നമ്മൾക്കറിയില്ല. അന്നത്തെ ടെക്നോളജി ഇതിനേക്കാളും ഡെവലപ്ഡ് ആണോ അല്ല പഴയകാല ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ലോകം തിരിച്ചു പോകുമോ എന്നൊന്നും അറിയില്ല. ഏതായാലും ഇന്നത്തെ സാഹചര്യം ഞാൻ പറയണം, ഇന്നോ നാളെ ദജ്ജാൽ പുറപ്പെട്ടു എങ്കിൽ നാളത്തെ സുപ്രഭാതം ബ്രേക്കിംഗ് ന്യൂസുകളായി വരുന്നത് എന്നാൽ ഇന്ന സ്ഥലത്ത് ദജ്ജാൽ പുറപ്പെട്ടു എന്നാണ്. പത്രങ്ങളിലെ 1-ാം പേജും 2-ാം പേജും 3-ാം പേജും എല്ലാം ദജ്ജാലിന്റെ കഥകളാണ്. അങ്ങനെ ദജ്ജാൽ എത്ര വലിയ സംഭവം അല്ല എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് പല കളികൾ ഇവിടെ കളിക്കുന്നുണ്ട്. അത് വേറൊരു വിഷയം. ഏതായാലും അങ്ങനെ ഒരാൾ കടന്നു വരുമ്പോൾ ലോകത്തുള്ള സർവരായ ആളുകൾക്കും മനസ്സിലാകും ഇത് ഇസ്ലാം പണ്ടേ പറഞ്ഞതാണല്ലോ എന്ന്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുസ്ലിമീങ്ങൾ പറഞ്ഞ യാഥാർത്ഥ്യമാണല്ലോ ഇത്. അപ്പൊ ഇസ്ലാം സത്യമാണല്ലോ എന്ന് മനസ്സിലാവില്ലേ? സഹകരിക്കണം കേട്ടോ, തലാട്ടണം വെറുതെങ്കിലും. മനസ്സിലായി എന്തായാലും അല്ല, എത്ര വലിയ നിരീശ്വരവാദിയാണെങ്കിലും യുക്തിവാദികളാണെങ്കിലും മതമുള്ളവനും മതമില്ലാത്തവരൊക്കെ പറയും ഇത് പണ്ട് പറഞ്ഞ. മുസ്ലിങ്ങളിൽ തന്നെ ചില ആളുകൾക്ക് ഡൗട്ടുണ്ടാകും, ഇതൊക്കെ മൗലവിമാർ വെറുതെ വിടുന്നതാണോ എന്നുള്ള ഡൗട്ടുണ്ടാവും. അവർക്ക് പോലും തോന്നും പഠിച്ചോൻ ഇതൊക്കെ പണ്ടേ ഉള്ളതാണല്ലോ, പറഞ്ഞതാണല്ലോ, ഇസ്ലാം സത്യമാണല്ലോ എന്നവർക്ക് മനസ്സിലാകും. അപ്പൊ ഇനി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇസ്ലാം സത്യമാണ് എന്ന് മനസ്സിലായാൽ ഖബറിലൊരു ജീവിതമുണ്ട് എന്നവർക്ക് തിരിച്ചറിയും. ഇനി മരിച്ചാൽ ഖബറിൽ ചോദ്യമുണ്ട്. ദജ്ജാൽ വന്നു കഴിഞ്ഞു, ദജ്ജാലിനെ നമ്മൾ കണ്ടു. ഇനി എന്തായാലും നാളെ മഹ്ശറയിൽ ചോദ്യങ്ങൾ ഉണ്ടാകും, നരകമുണ്ടാകും, സിറാത്ത് ഉണ്ടാകും എന്ന് പേടിച്ച് കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരും. അതുപോലെ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ സൂര്യൻ എവിടുന്ന ഉദിക്കല്? പടിഞ്ഞാറുന്നല്ലേ അല്ലേ? കേൾക്കുന്നല്ലേ? അങ്ങനെ സൂര്യൻ കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നൊരു ദിവസം ഉദിക്കുന്നത് കാണാനിടയായാൽ, നാടിന്റെ പേര് ചെറുവട്ടൂർ എന്ന് പറയുന്ന പ്രദേശത്തുകാർ ഉടനെ തന്നെ പത്രത്തിലേക്ക് വിളിക്കും, ഓഫീസിലേക്ക് വിളിക്കും. ഇവിടത്തെ നമ്മുടെ നാടിൽ പടിഞ്ഞാറ് നിന്നാണ് സൂര്യൻ ഉദിച്ചത്. വീഡിയോകൾ വരും, ചാനലുകൾ വരും, പത്രങ്ങളിൽ വാർത്തകൾ വരും. അന്ന് കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരും. ഇത് ഇസ്ലാം പണ്ടേ പറഞ്ഞതാണല്ലോ. ചില ആളുകൾ അങ്ങനെയാണ്, കിട്ടിയാലേ പഠിക്കുള്ളൂ. ചില ആളുകൾക്ക് 4 കൊടുത്താലേ പഠിക്കുള്ളൂ. അങ്ങനെയുണ്ട്. ചോദിച്ചു വാങ്ങുന്ന ആളുകളൊക്കെ അല്ലേ വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞു നിൽക്കും.
കുറെ ചൊറിയുമ്പോൾ 4 കിട്ടും, അപ്പൊ അയാൾക്ക് മനസ്സിലാവും. കിട്ടേണ്ടത് കിട്ടുമ്പോൾ അയാൾ സ്ഥലം വിടും. അതേപോലെ ചില ആള് കിട്ടിയാലേ പഠിക്കുള്ളൂ. കണ്ണിന്റെ മുമ്പിൽ കാണണം. അതിനിപ്പോ മുഅ്മിൻ എന്ന് പറയണോ? കണ്ണിന്റെ മുമ്പിൽ കണ്ടത് മാത്രമേ വിശ്വസിക്കുള്ളൂ എങ്കിൽ അയാളെ വിശ്വാസി എന്ന് പറയണോ? അതിപ്പോ ആർക്കും വിശ്വസിച്ചൂടെ? ഏതൊരു മൃഗത്തിന് പോലും വിശ്വസിക്കാൻ കഴിയുന്ന വിഷയമല്ലേ അത്? കണ്ണിന്റെ മുമ്പിലുള്ളത് മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞത് അതൊരു ബുദ്ധിമാന്റെ ലക്ഷണമല്ല. അത് ഏത് അണ്ടംകമ്മികൾക്കും പറ്റിയതാണത്. ഞാൻ കണ്ടതേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്നത്. പക്ഷേ വിശ്വാസി എന്ന് പറയുന്നത് അല്ലാഹു പറഞ്ഞ നമ്മൾ കാണാത്ത വിഷയങ്ങൾ വിശ്വസിക്കുന്നവരാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, നമ്മൾ അറിയാത്ത കാണാത്ത വിഷയങ്ങൾ അതിൽ നമ്മൾ വിശ്വസിക്കണം. ഖബർ നമ്മൾ കണ്ടിട്ടില്ല. നബി തങ്ങൾ പറഞ്ഞു വൽ ഖബറു ഹഖ്ഖുൻ, ഖബർ യാഥാർത്ഥ്യമാണ്, ഖബറിൽ ചോദ്യമുണ്ട് എന്ന്, ഖബർ എടുക്കുമെന്ന്, ഖബറിലേക്ക് അല്ലാഹു തആല നല്ലവരല്ലെങ്കിൽ മോശക്കാരെങ്കിൽ അവിടെ ശിക്ഷകൾ നൽകുമെന്ന്. എത്രയോ നല്ല മയ്യിത്തുകൾ നമ്മൾ കാണുന്നുണ്ട്. ശരീരത്തെ മണ്ണ് തൊടാത്ത ശരീരങ്ങൾ വർഷങ്ങളായി. അതുപോലെ തന്നെ അല്ലാഹു ശിക്ഷിക്കുന്ന ഖബറിടങ്ങളും കാണുന്നുണ്ട്. വെക്കുന്ന ഖബറുകളിലെല്ലാം നിറയെ പാമ്പുകളാണ്. മാറ്റിയിട്ട് വേറൊരു ഖബർ കുഴിച്ചു, അവിടെയും പാമ്പാണ്. പിന്നെയും ഖബർ കുഴിച്ചു, അവിടെയും പാമ്പാണ്. ഇതൊക്കെ കണ്ടവരുണ്ട്. അതേപോലെ ഖബർ കുഴിച്ച് തുറന്നു നോക്കിയ ഉടനെ തീജ്വാലകൾ കൊണ്ട് നിറഞ്ഞ് കത്തിക്കറിയുന്ന ഖബറും കണ്ടവരുണ്ട്. അപ്പൊ നമ്മൾ കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ ലക്ഷണങ്ങളല്ല. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഖബറുണ്ട്, ഞങ്ങളത് വിശ്വസിക്കുകയാണ്. നരകമുണ്ട്, ഞങ്ങളത് വിശ്വസിക്കുകയാണ്. സിറാത്ത് പാലമുണ്ട്, ഞങ്ങളത് വിശ്വസിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മളത് വിശ്വസിക്കുന്നത്? എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? നബിച്ചങ്ങൾ ഇതൊരു കെട്ടുകഥയല്ല, ഇതൊരു മിഥ്യല്ല, ഇതൊരു കിംവദന്തികളല്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിടം അവിടെയുണ്ട്. ആർക്ക് വേണമെങ്കിലും പോയിട്ട് കാണാം. നബിച്ചങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം, നബി ജനിച്ച സ്ഥലം കാണാം, മക്ക. നബിച്ചങ്ങൾക്ക് ഖുർആൻ ഇറങ്ങിയ ഹിറാ ഗുഹ കാണാം. നബിച്ചങ്ങൾക്ക് പിടിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ ഒളിച്ചിരുന്ന ശത്രുക്കൾ കടന്നു വന്നപ്പോൾ ഒളിച്ചിരുന്ന സൗർ എന്ന ഗുഹ കാണാം. നബിച്ചങ്ങൾക്ക് കല്ലെറിഞ്ഞ ത്വായിഫിന്റെ മണലാരുണ്യങ്ങൾ കാണാം. അള്ളാഹുവിന്റെ ഹബീബിന് കുടൽമാലയിട്ട സ്ഥലങ്ങൾ കാണാം. നബിച്ചങ്ങൾ കിടന്നുറങ്ങിയ വീട് കാണാം. നബിച്ചങ്ങളുടെ മിമ്പർ കാണാം. എല്ലാം കണ്ണുകൊണ്ട് നമ്മൾക്ക് കാണാൻ പറ്റും. നബിച്ചങ്ങൾ എല്ലാ വിഷയങ്ങളും അവിടെയുണ്ട്. സംസം വെള്ളം അവിടെയുണ്ട്, ഹജറുൽ അസ്വദ് അവിടെയുണ്ട്, മഖാം ഇബ്രാഹിം അവിടെയുണ്ട്. ഒന്നും കെട്ടുകഥകളല്ല, ആരോ എഴുതിയുണ്ടാക്കിയ കഥകളല്ല, നോവലല്ല. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. അവരുടെ ശേഷമുള്ള സ്വഹാബാക്കളുടെ കബറിടങ്ങൾ അവിടെയുണ്ട്. താബിഈങ്ങളുടെ കബറിടങ്ങൾ അവിടെയുണ്ട്. ആദം നബിയുടെ കബറിടമുണ്ട്, മൂസാ നബിയുടേത്, ഏത് പ്രവാചകന്മാരുടെ കബറിടങ്ങൾ വരെയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾക്കൊന്നിലും സംശയമില്ല. നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞു, അല്ലാഹു ഇറക്കി തന്ന ഖുർആനാണിത്. ആ ഖുർആൻ പറഞ്ഞതിൽ നമ്മൾ വിശ്വസിക്കുകയാണ്. ഇതിനെന്തിനാ ഡൗട്ട്? എന്ത് സംശയമാണ് നമ്മൾക്ക് വേണ്ടത്? ഖുർആൻ പറഞ്ഞത് അതുപോലെ നമ്മൾ വിശ്വസിക്കുകയാണ്. അങ്ങനെ ദജ്ജാലും പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുമ്പോഴും യഅജൂജ് മഅജൂജ് പുറപ്പെട്ടാലും ദാബത്തുൽ അർള് പുറപ്പെട്ടാലും ആ സമയത്ത് കൂട്ടം കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമെന്നാണ് ചാനലുകളിലെ വാർത്തകൾ കാണുമ്പോൾ കടന്നു വരുമെന്നാണ്. ചന്ദ്രൻ പിളർന്നു എന്നതിന് പോലും വ്യക്തമായ അടയാളങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ലേ അല്ലാഹു തആല ഖുർആനിലൂടെ ആയത്തിറക്കിയത്. ശത്രുക്കളായ ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നബിയേ, നിങ്ങളൊരു പ്രവാചകനാണെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാണെങ്കിൽ, നിങ്ങൾക്ക് അമാനുഷികമായ കഴിവുകളുണ്ടെങ്കിൽ ആ കാണുന്ന ചന്ദ്രനെ 2 കഷ്ണമാക്കി പിളർത്തി കാണിച്ചു തരണമെന്ന് പറഞ്ഞു. ഒന്ന് മുകളിൽ, ഒന്ന് ഹിറാ ഗുഹയുടെ താഴെ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ആവശ്യപ്രകാരം ചന്ദ്രനെ 2 കഷ്ണമാക്കി പിളർത്തി കൊടുക്കുകയാണ്. അതാണ് പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നത്, ഇതാ ലോകം അവസാനത്തോടടുത്തിരിക്കുകയാണ്, ഖിയാമത്ത് നാൾ സംഭവിക്കാൻ പോവുകയാണ്. കാരണം എന്തേ? ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നിരിക്കുന്നു എന്ന്. ഇത് പറഞ്ഞപ്പോൾ ആരാണ് വിശ്വസിച്ചത്? നമ്മളിത് ഓതുമ്പോൾ തന്നെ വിശ്വസിച്ചു. കാരണം ഖുർആനാണ്. ചില ആളുകൾക്ക് അത് വിശ്വാസമുണ്ടായില്ല, ചില യുക്തിവാദികൾക്ക് അതിൽ വിശ്വാസമുണ്ടായില്ല. എന്നാൽ
ഡേവിഡ് മൂസ പിഡ്കോക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ലേ അദ്ദേഹം പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആനിന്റെ ട്രാൻസ്ലേഷൻ വാങ്ങിച്ചത്. ആദ്യമായി ആ ട്രാൻസ്ലേഷൻ വാങ്ങിച്ചിട്ട് ആ ട്രാൻസ്ലേഷൻ ഒന്ന് തുറന്നു നോക്കുമ്പോൾ അദ്ദേഹം ആദ്യം കണ്ട സൂറത്ത് ഇതാണ്, അന്ത്യനാൾ അടുത്തിരിക്കുകയാണ്, ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നിരിക്കുകയാണ്. ഇത് കേൾക്കേണ്ട താമസം പരിശുദ്ധമായ മുസ്ഹഫ് മാറ്റിവെച്ച് പൂട്ടിവെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഇത്രയൊക്കെ നുണകൾ പറയാൻ, ഇതുപോലെയുള്ള കെട്ടുകഥകൾ പറയാൻ, ഇതുപോലെയുള്ള പച്ചക്കള്ളം പറയാൻ ഇസ്ലാമിനെ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട്, ഈ ഇസ്ലാമിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പൂട്ടിവെച്ചു ഡേവിഡ് മൂസ പിഡ്കോക്ക് എന്നവർ. യൂട്യൂബിൽ പോയി ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ ഇയാളുടെ ജീവിതം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇരിക്കുകയാണ്, വീട്ടിലൊരു ദിവസം അദ്ദേഹം ഇങ്ങനെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാസയിൽ നിന്ന് ചന്ദ്രനിലേക്ക് പോയ ആളുകൾ, അവിടെ പോയ ചർച്ച നടക്കുമ്പോഴാണ് അവർ പറയുന്നത്, ഞങ്ങൾ ചന്ദ്രനിലേക്ക് പോയപ്പോൾ ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്ന അടയാളങ്ങൾ ചന്ദ്രനിലുണ്ട്. അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും 2 കഷ്ണമായി പിളർന്നതിന്റെ അടയാളങ്ങൾ ബാക്കിയുണ്ട്. എപ്പോഴോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നിട്ട് വീണ്ടും കൂടി യോജിച്ചതുപോലെ ചന്ദ്രനിൽ വെച്ച് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്ന് ചാനലിന്റെ ചർച്ചയിലൂടെ ഈ ഡേവിഡ് മൂസ പിഡ്കോക്ക് എന്ന് പറയുന്ന മനുഷ്യൻ ആ വാർത്ത കണ്ടപ്പോഴാണ് തന്റെ കസേരയിൽ നിന്ന് ചാടി എണീറ്റുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അന്ന് ഞാൻ ഖുർആനിൽ വായിച്ചത് പച്ചക്കള്ളമല്ലല്ലോ, നാസയുടെ ആളുകൾ അവിടെ പോയി തിരിച്ചു വന്നിട്ട് അവർ കണ്ട യാഥാർത്ഥ്യം ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നു എന്നത് യാഥാർത്ഥ്യമാണല്ലോ എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഡേവിഡ് പിഡ്കോക്ക് എന്നവർ മൂസ പിഡ്കോക്ക് എന്ന് മാറിയ ചരിത്രം നമ്മൾക്ക് നമ്മുടെ ഗൂഗിളിൽ പോയാലും യൂട്യൂബിൽ പോയാലും കാണാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധമായ ഇസ്ലാം മിത്തുകളല്ല, കെട്ടുകടകളല്ല, നിറയെ യാഥാർത്ഥ്യങ്ങളാണ്, നിറയെ യാഥാർത്ഥ്യങ്ങളാണ്. ഒരു മനുഷ്യന് ഇസ്ലാമിനെ തള്ളിക്കളയാൻ തള്ളിപ്പറയാൻ കാരണമായത് ഈ ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നു എന്നുള്ളതാണ്. അതേ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഈ ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നു എന്ന കാരണത്താലാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോൺ ഇത് 2 കഷ്ണമായി പിളർന്നു എന്ന് നമ്മൾ കഷ്ണമാക്കി എന്തെങ്കിലും ഒരു ഈർച്ചവാള് കൊണ്ടെന്ന് നമ്മൾ മുറിച്ചാൽ എന്ത് ചെയ്യും? നമ്മൾ അതിന് പശ കൊണ്ട് അതിനെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഒരു അടയാളം കാണൂലേ? അതാ ആ ഒരു അടയാളമാണ് അവിടെ ഉള്ളത്. അള്ളാഹുവിന് വേണമെങ്കിൽ ഒരു അടയാളം പോലും ഇല്ലാതെ അതിനെ കൂട്ടിച്ചേർക്കാമായിരുന്നു. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അള്ളാഹുവിന് വേണമെങ്കിൽ അവിടെ ഒരു അടയാളം പോലും ഇല്ലാതെ കൂട്ടിച്ചേർക്കാമായിരുന്നു. പക്ഷേ എന്തിനാണ് ആ അടയാളം ബാക്കി വെച്ചത്? 21ാം 19ാം നൂറ്റാണ്ടിൽ ഈ രാജ്യത്ത് നിന്ന്, നമ്മുടെ ലോകത്ത് നിന്ന് ലക്ഷങ്ങളല്ല $1,000,000 ചെലവഴിച്ചിട്ട് അവിടേക്ക് പോയത് വെറുതെയാണ് എന്ന് പറയാൻ കഴിയില്ല. ഈ ചർച്ചയിൽ ചോദിച്ചത്, അമേരിക്കയിൽ $1,000,000 ചെലവഴിച്ച് ഇങ്ങനെ ഒരു പ്രയത്നം നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ? കാരണം എത്രയോ മില്യൺ കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുമ്പോ നാസയിലേക്ക് പോയ ആ ഡോളറുകൾ കൊണ്ട് എത്രയോ ആളുകളുടെ പട്ടിണി മാറ്റാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് നാസയിലേക്ക് പോയ ആളുകൾ പറഞ്ഞത്, ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾക്കൊരു കാര്യം പഠിക്കാൻ കഴിഞ്ഞു എന്ന്. അഥവാ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 2 കഷ്ണമായി പിളർന്നു, പിന്നെ അത് കൂടിച്ചേർന്നു എന്ന യാഥാർത്ഥ്യം ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന്. അഥവാ അമേരിക്ക ചെലവഴിച്ച $1,000,000 അത് പരിശുദ്ധമായ ഇസ്ലാമിനെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കാരണമായി. എന്നിട്ട് ചില ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരൂല, തൗഫീഖ് ഇല്ലാഞ്ഞിട്ടാണ്. അദ്ദേഹത്തിന് തൗഫീഖ് ഉള്ളതുകൊണ്ട് അദ്ദേഹം മുസ്ലിമായി. അതുപോലെയല്ലേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ പട്ടാളം, ഫിർഔനിന്റെ പട്ടാളമാണ് സാഹിറന്മാർ, മജീഷ്യന്മാർ. ഫിർഔനിന്റെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ട് ഫിർഔനിനോട് ചോദിക്കുന്നുണ്ട്, ഫിർഔൻ അവർക്ക് ദൈവമാണ്, അന റബ്ബുകുമുൽ അഅല, ഞാൻ നിങ്ങളുടെ ദൈവമാണ്. ഞാൻ നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ സാധാ ദൈവമൊന്നുമല്ല, അൽ അഅല, ഏറ്റവും വലിയ ദൈവം. ചെറിയ ദൈവങ്ങൾ വേറെ ഉണ്ട്, ഞാൻ കഴിഞ്ഞിട്ടേ വേറെ ദൈവങ്ങളുള്ളൂ. അന റബ്ബുകുമുൽ അഅല. അവിടെയാണ് മൂസാ നബി അലൈഹിസ്സലാം പോയി ഫിർഔനിന്റെ മുഖം നോക്കി പറയുന്നത്, നിങ്ങളല്ല, ദൈവം അല്ലാഹുവാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന്.
എന്നിട്ട് തന്റെ കൈകളിലുള്ള മാജിക്കുകളെല്ലാം തന്റെ കൈകളിലുള്ള മുഅ്ജിസത്ത് കാണിച്ചു കൊടുത്തു. വടിയിടുമ്പോൾ വടികൾ പാമ്പാവുന്നത്, കൈകൾ പ്രകാശിക്കുന്നത്, ഇതെനിക്ക് എന്റെ ദൈവം ഒരു ദൃഷ്ടാന്തമായി, ഒരടയാളമായി, ഞാനൊരു പ്രവാചകനാണ് എന്ന ഒരു ലക്ഷണമായി എനിക്ക് തന്നതാണ്. ഫിർഔൻ കളിയാക്കി ചിരിച്ചു. ഇത് നമ്മുടെ നാട്ടിലുള്ള മജീഷ്യന്മാർ ചെയ്യുന്ന ഒരു മാജിക്കാണ്, ഇതിനെയാണോ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞത്? എന്നിട്ടൊരു മത്സരം സംഘടിപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട് വലിയൊരു മത്സരം സംഘടിപ്പിക്കുകയാണ്. അഥവാ നാട്ടിലുള്ള എല്ലാ മജീഷ്യന്മാരെ കൊണ്ടുവന്നു, മാരണക്കാരെ കൊണ്ടുവന്നു, സാഹിറന്മാരെ കൊണ്ടുവന്നു. എന്നിട്ട് കൊണ്ടുവന്നിട്ട് മത്സരം തുടങ്ങുകയാണ്. അവരുടെ കൈകളിൽ വടികളുണ്ട്, അവരുടെ കൈകളിൽ വള്ളികളുണ്ട്, കയറുകളുണ്ട്. ആ കയറുകൾ ഇടുമ്പോൾ അത് വലിയ സർപ്പങ്ങളായി മാറുന്നുണ്ട്, പാമ്പുകളായി മാറുന്നുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യങ്ങളല്ല, അത് മാജിക്കാണ്, മജീഷ്യന്മാർ ചെയ്യുന്ന മാരണവിദ്യയാണത്. പക്ഷേ മൂസാ നബിയുടേത് മാജിക് അല്ല, അത് അള്ളാഹു ഒറിജിനൽ പാമ്പാക്കി മാറ്റുന്നതാണ്. ഒരു മാജിക്കാരന് മാജിക് അറിയാം. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് മുതുകാടോ ആരെങ്കിലും വന്നിട്ട് രണ്ടോട്ട് എങ്ങനെയൊക്കെ ആക്കുമ്പോ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണും, ഓ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കും. പക്ഷെ ഒരു മജീഷ്യന് അയാൾ എന്ത് ചെയ്തു എന്നുള്ളത് ശരിക്കും തിരിച്ചറിയും. മാജിക് ചെയ്യുന്ന ആളുകൾക്ക് മാജിക് തിരിച്ചറിയാൻ കഴിയും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ മജീഷ്യന്മാരൊക്കെ വന്നിട്ട് മൂസാ നബിയോട് ചോദിച്ചു, മൂസാ നബിയെ തുടങ്ങട്ടെ, മത്സരം തുടങ്ങട്ടെ, ടോസ് ഇടാൻ പോവാൻ. ആരാ ആദ്യം? നിങ്ങൾ തുടങ്ങുന്നോ അല്ല ഞങ്ങൾ തുടങ്ങണോ ചോദിച്ചു. നിങ്ങൾ തുടങ്ങുന്നോ അല്ല ഞങ്ങൾ തുടങ്ങണോ മത്സരം? മൂസാ നബി പറഞ്ഞു, നിങ്ങൾ തുടങ്ങിക്കോളൂ. എന്നിട്ട് ഓരോ ആളുകൾ അവരവരുടെ മാജിക്കുകൾ കാണിച്ചു കൊടുത്തു. എന്തൊക്കെ മാജിക് ഇന്നുണ്ട്? ഒരു മനുഷ്യനെ 2 കഷ്ണമായിട്ട് പിളർത്തുന്ന മാജിക് ഇല്ലേ? ഒരു ബോക്സിനുള്ളിലുള്ള ആള് 2 വട്ടം ഡും ഡും നോക്കുമ്പോ ഇല്ലാതെ അപ്രത്യക്ഷമാവുന്നില്ലേ? ഇന്നത്തെ മാജിക്ക് കണ്ട പഠിച്ചോനെ ഒന്നും പറയണ്ട, ദജ്ജാലൊക്കെ വെറുതെ. അതുപോലെയുള്ള മാജിക് എന്നൊക്കെ നമ്മളെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നത് ചില മാജിക്കുകൾ. അപ്പൊ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഞങ്ങൾ തുടങ്ങട്ടെ. അവർ തുടങ്ങി. അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന വടികളും കയറുകളും നിലത്തിട്ട് അത്ഭുതങ്ങൾ കാണിച്ചു. പാമ്പുകളായത് പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരുടെയും മാജിക് കഴിഞ്ഞപ്പോൾ മൂസാ നബി പറഞ്ഞു, ഞാൻ എന്റെ മാജിക്, എന്റെ മുഅ്ജിസത്ത് ഞാൻ കാണിക്കാൻ പോവുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം തന്റെ വടിയിടുമ്പോൾ അത് കണ്ണിൽ പൊടിയിട്ടതല്ല, ജനങ്ങളുടെ കണ്ണ് തെറ്റിക്കുന്ന ഒരു മാരണ വിദ്യയല്ല. അത് ഒറിജിനൽ പാമ്പാണ്, മറ്റുള്ളതുപോലെയല്ല. ഇത് ഒറിജിനൽ പാമ്പാണ്. ഇത് മജീഷ്യന്മാർക്ക് മനസ്സിലായി ഇത് ഒറിജിനൽ ആണെന്ന്. ഉടനെ തന്നെ അവർ സുജൂദിൽ കടന്നു, മുസ്ലിമീങ്ങളായി. മൂസാ നബിയുടെ റബ്ബിനെ കൊണ്ട്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് മജീഷ്യന്മാരെല്ലാം പറഞ്ഞു, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് എന്ന്. ഞാൻ പറയുന്നത് അത് തൗഫീഖാണ്. ഇവർ ആദ്യം വന്നത് ഫിർഔനിന്റെ സമീപത്തേക്കാണ്. ഫിർഔനിനോട് പറഞ്ഞു, നിങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഇന്ന് ഞങ്ങൾ തന്നെ വിജയിക്കുമെന്നാ പറഞ്ഞത്. ആ ഫിർഔനിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ വിജയിച്ചാൽ ഞങ്ങൾക്കുള്ള സമ്മാനം എന്താണ് എന്ന്. അപ്പൊ ഫിർഔന് പറഞ്ഞ മറുപടി, നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾ എന്റെ സ്വന്തക്കാരാണ്, നിങ്ങൾ എന്റെ സ്വന്തക്കാരാണ്. ലമിനൽ മുഖറബീൻ, എന്റെ സ്വന്തക്കാര്. നിങ്ങൾ കഴിഞ്ഞിട്ടേ എനിക്ക് വേറെ ആരുള്ളൂ. ആയിക്കോട്ടെ, എന്നാ ഇന്ന് ഞങ്ങൾ തന്നെ ജയിച്ചോളൂ. അവരാണ് സുജൂദിൽ കടന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. വേറെ അവിടെയുള്ള ആളുകൾക്ക് മുസ്ലിമീങ്ങളാവാൻ ഭാഗ്യം ലഭിച്ചില്ല. അഥവാ ഞാൻ പറയുന്നത് ഇതൊരു തൗഫീഖാണെന്ന് മനസ്സിലാക്കണം. എത്രയോ മുസ്ലിമീങ്ങളായ ആളുകൾ, മുസ്ലിം നാമധാരികളായ ആളുകൾ യുക്തിവാദത്തിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക് പോകുന്ന കാലമാണിത്. യുസ്ബിഹുൽ മുഅ്മിനു കാഫിറൻ വയുംസി കാഫിറാ. ഒരാൾ യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ. രാവിലെ സുബ്ഹി നിസ്കരിക്കാൻ എണീറ്റ ഒരാൾ, ജമാഅത്തിന് പള്ളിയിൽ പോയ ഒരാൾ വൈകുന്നേരമാകുമ്പോൾ കാഫിറായി പോകുന്ന കാലമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അതുപോലെ മഗ്രിബ് നിസ്കാരത്തിന് പള്ളിയിലേക്ക് വന്ന് വഅലൊക്കെ കേട്ട ഒരാൾ രാവിലെ ആകുമ്പോഴേക്കും കാഫിറായി പോകുന്ന കാലമാണിത്. നിരീശ്വര വിശ്വാസത്തിലേക്ക് പോകുന്ന കാലമാണിത്. ഇസ്ലാമില്ല, ദൈവമില്ല, റബ്ബില്ല, സൃഷ്ടാവില്ല
എന്നിങ്ങനെയുള്ള വാദങ്ങളുമായി തള്ളിപ്പറയുന്ന കാലമാണിത്. എനിക്ക് പറയാനുള്ളത് തൗഫീഖാണ്, ഇതൊരു ഭാഗ്യമാണ്, ഇതെല്ലാവർക്കും കിട്ടൂല. ആ ഡേവിഡ് പിഡ്കോക്കിന് ലഭിച്ച, ഡേവിഡ് പിഡ്കോക്ക് എന്നവർ മൂസ പിഡ്കോക്കായി മാറിയത് അദ്ദേഹത്തിനുള്ളൊരു തൗഫീഖാണ്. മജീഷ്യന്മാർ മുസ്ലിമീങ്ങളായി മാറിയത് അവർക്ക് അല്ലാഹു കൊടുക്കുന്ന തൗഫീഖാണ്. അതുപോലെ ഞാൻ പറയുന്നത്, ചില ആളുകൾ ദൃഷ്ടാന്തങ്ങൾ കൺമുന്നിൽ വന്നാലും അവർ മനസ്സിലാക്കൂല, ചില ആളുകൾക്ക് കണ്ടാലേ മനസ്സിലാക്കുള്ളൂ. ഏതായാലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ കടന്നു വരുന്ന സമയത്ത് ഞാൻ മുസ്ലിമാവാം, ഞാൻ മുസ്ലിമാവാം എന്ന് പറഞ്ഞ് കൂട്ടം കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവരുടെ ഇസ്ലാം അള്ളാഹു സ്വീകരിക്കൂല എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഒരാളുടെ ഈമാനും ഉപകരിക്കൂല. മുമ്പ് വിശ്വസിച്ചവരുടെ വിശ്വാസം മാത്രമേ ഉപകരിക്കുള്ളൂ. അല്ലാത്തവരുടെ ഈമാൻ, അഥവാ ദജ്ജാലിനെ കണ്ടാൽ, യജൂജ് മഅജൂജിനെ കണ്ടാൽ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് കണ്ടാൽ ഞാൻ മുസ്ലിമാവാമെന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അള്ളാഹു സ്വീകരിക്കില്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അതിനും മുമ്പേ നന്നായി ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇദാ വഖഅത്തിൽ വാഖിഅ, ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ലൈസ ലിവഖഅതിഹാ കാദിബ, ആ ഖിയാമത്ത് നാളിനെ തള്ളിക്കളയാൻ, നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഖാഫിലത്തുർ റാഫിഅ, ചില ആളുകൾ അന്ന് ഉയർന്നവരാണ്, ചില ആളുകൾ അന്ന് താഴ്ന്നവരാണ്. ഇവിടത്തെ അധികാരികളും ധിക്കാരികളും അഹങ്കാരികളുമെല്ലാം ഒരുപക്ഷേ ഇവിടെ അള്ളാഹുവിനെ പേടിക്കാതെ ജീവിച്ചവരാണെങ്കിൽ അണുക്കളെ പോലെ, ചെറിയ അണുക്കളെ പോലെ മനുഷ്യരെ വരെ ചവിട്ടിക്കൊണ്ട് നടക്കുമെന്ന് മഹാന്മാര് പറയുന്നുണ്ട്. ഖിയാമത്ത് നാളിൽ ചെറിയ അണുക്കളെ പോലെ ഇവിടെ വലിയ വലിയ രാജാക്കന്മാരാണ്, നേതാക്കന്മാരാണ്, അഹങ്കാരത്തോടെ അള്ളാഹുവിനെ മറന്ന് ജീവിച്ച ധിക്കാരികളാണെങ്കിൽ ആഖിറത്തിലെത്തിയാൽ അണുക്കളെ പോലെ ജനങ്ങൾ അവരെ ചവിട്ടി മെതിച്ചുകൊണ്ട് നടക്കുമെന്ന് പറയുന്നുണ്ട്. ഖാഫില, അവരവിടെ തീരെ സ്ഥാനമില്ലാത്തവരാണ്. എന്നാൽ ഇവിടെ ജനങ്ങൾക്കിടയിൽ സ്ഥാനങ്ങളൊന്നുമില്ലെങ്കിലും അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ആളുകളുണ്ട്, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചവരുണ്ട്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ, അങ്ങനെ തഖ്വയിൽ ജീവിച്ചാൽ അത്തരം ആളുകൾ ഉയർന്നവരായിരിക്കും. അവർക്ക് അള്ളാഹു എന്തെന്നില്ലാത്ത മഹത്വം നൽകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഖിയാമത്ത് നാള് സംഭവിച്ചു കഴിഞ്ഞാൽ 3 വിഭാഗങ്ങളായി ആളുകൾ മാറുമെന്നാണ്. വകുന്തും അസ്വാജാ സലാസ, നിങ്ങൾ 3 വിഭാഗങ്ങളായി മാറുമെന്നാണ്. അതിലൊന്നാമത്തേത് ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന, വലതുപക്ഷമാണ്. വഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ, രണ്ടാമത്തേത് ഇടതുപക്ഷമാണ്. ഇത് നിങ്ങളുടെ UDF-ഉം LDF-ഉം ഒന്നല്ലേ? നാളെ മാസ്റ്ററിൽ പോകുമ്പോൾ UDF-ഉം LDF-ഉം ഒന്നും ഉണ്ടാകുമെന്ന് വിചാരിച്ചല്ല. വലതുപക്ഷം ഇടതുപക്ഷം. എന്താണ് വലതുപക്ഷം, എന്താണ് ഇടതുപക്ഷം? എന്താ വലതുപക്ഷം, എന്താ ഇടതുപക്ഷം? അള്ളാഹു പറയുന്നുണ്ട് 3 വിഭാഗമാണ് നാളെ മഹ്ശറയിൽ മനുഷ്യൻ. 3 വിഭാഗമാണ്. ഒന്ന് ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന, വലതുപക്ഷക്കാരാണ്. ഓ, എന്തോരു ഭാഗ്യവാന്മാരാണവർ. പിന്നെയോ വഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ, ഇടതുപക്ഷക്കാർ, അവരുടെ കാര്യം കഷ്ടമാണ്. ഇടതുപക്ഷക്കാരുടെ കാര്യം കഷ്ടമാണ്. മൂന്നാമത്തേത് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളോട് പ്രത്യേകമായി പ്രതിപാദിക്കാനുള്ള വിഷയം അതാണ്. നന്മയിലേക്ക് ഉളരുന്നവരാണവർ, നന്മ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണവർ, നന്മയുടെ വിഷയത്തിൽ ആവേശം കാണിക്കുന്നവരാണവർ. അത്തരം ആളുകൾ ഉലൈകൽ മുഖറബൂൻ, അവരെന്റെ സ്വന്തക്കാരാണ് എന്നാണ് അല്ലാഹു പറഞ്ഞത്. നേരത്തെ ഫിർഔൻ മജീഷ്യന്മാരോട് പറഞ്ഞതുപോലെ നിങ്ങൾ വിജയിച്ചാൽ എന്റെ സ്വന്തക്കാരാണെന്ന് പറഞ്ഞതുപോലെ എന്റെ സ്വന്തക്കാരാണ് ആര്? എപ്പോഴും നന്മയുടെ വിഷയത്തിൽ മത്സരിക്കുന്നവർ. എന്തൊക്കെയാണ് നന്മയുടെ വിഷയത്തിൽ മത്സരിക്കുക? എങ്ങനെയാണ് അള്ളാഹുവിന്റെ സ്വന്തക്കാരായി മാറുക? ആ ഒരു വിഷയമാണ് ഇനി നിങ്ങളോട് പറയാനുള്ളത്. ഏകദേശം ഒരു 10:55 ഒരു 11:30 ആകുമ്പോഴേക്കും ദുആ കൂടി കഴിഞ്ഞ് നിർത്താം ഇൻഷാ അല്ലാഹ്.
വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. മുഅ്മിനീങ്ങളെ, വത്തഖൂ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിനെ പേടിക്കണേ. അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ദിവസത്തെ നിങ്ങൾ ഓർക്കണം. എന്താണ് വത്തഖൂ എന്ന് പറഞ്ഞാൽ? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അദാഉ മഫ്തറല്ലാഹ്. ഒന്നെണീറ്റിക്ക്, എല്ലാവരും ഒന്നെണീറ്റിക്ക്. തിരക്കുള്ളവരൊക്കെ പോയിക്കോളി. അതല്ല, നിങ്ങൾ ഓരോരാൾ എണീറ്റ് പോകുന്നുണ്ട്. നല്ല തിരക്കുള്ളവരൊക്കെ പോയിക്കോളി. അതിന്റെ ബാക്കിലുള്ള ആളുകൾക്ക് ഒന്ന് മുമ്പിൽ വരും. തിരക്കുള്ള ആളൊക്കെ പോയിക്കോളി. തിരക്കില്ലാത്ത ആളുകൾ ഒന്ന് മുമ്പിൽ വന്നിട്ടിരിക്കും. ഇതിന് അരമണിക്കൂർ കൂടി ഉണ്ടാവും. കയറിയിരിക്കുക. ആ ബാക്കിലുള്ള ആളുകളൊക്കെ അടുത്ത് വാ, ഒന്ന് കയറിയിരിക്കും. നിങ്ങളൊക്കെ മുഖം കാണട്ടെ. കാസർഗോഡ് നിന്ന് വന്നിട്ട് ഇവിടെ എറണാകുളം വരെ എത്തിയിട്ട് നിങ്ങളൊക്കെ കാണാതെ പോകാന്ന് പറഞ്ഞാൽ മോശമല്ല. ഒന്ന് കയറിയിരിക്കുക. ബാക്കിലുള്ള ആളുകൾ, ചെറുപ്പക്കാരൊക്കെ ഒന്ന് മുമ്പിലേക്ക് വാ. സാബിഖൂനെ കുറിച്ചല്ലേ വഅദ് പറയുന്നത്? മുൻകടന്നവർ, അള്ളാഹുവിലേക്ക് മുൻകടന്നവർ, അള്ളാഹുവിന്റെ ഇഷ്ടക്കാർ, അള്ളാഹുവിന്റെ സ്വന്തക്കാർ. ഒന്ന് അടുത്ത് ഇവിടെ വാ. ചെറുപ്പക്കാർക്കൊന്ന് ഇവിടെ നിങ്ങളെ മുഖം ഒന്ന് കാണട്ടെ. കാസർഗോട്ടാരെ പോലെ തന്നെയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോലാണോ നോക്കട്ടെ. ആരാ ഗ്ലാമറൊക്കെ ഉഷാർ? കാസർഗോട്ടാരാണ്, എറണാകുളത്തുള്ള ആളാണ് നോക്കട്ടെ. വാ, എടുത്തു വാ. താടിയൊക്കെ ഇല്ല എല്ലാവർക്കും അല്ലേ? ചെറുപ്പക്കാർക്കൊക്കെ താടിയില്ലേ? കാസർഗോട്ടാരെ പോലല്ലേ? എല്ലാവർക്കും താടിയൊക്കെ ഇല്ലേ? പ്രത്യേകിച്ചിട്ട് മുഖം കാണണം. എല്ലാവരുടെ മുഖം കാണണം. മുഖം കാണുമ്പോ അത് കേൾക്കുന്ന ആൾക്ക് എന്തുണ്ടാകും? ഇതിനോടൊരു കേൾക്കുമ്പോ അതിങ്ങനെ ഒരു ഉൾക്കൊള്ളണം എന്നുള്ള ചിന്തയുണ്ട്. നമ്മൾ എവിടെയോ പോയിരിക്കുമ്പോൾ അലക്ഷ്യമായ ചിന്തകളായിരിക്കും. നമുക്ക് ഇതിനെ കുറിച്ച് ഒരു താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഇത് അടുത്ത് വന്നിരിക്കുമ്പോൾ നമ്മളിങ്ങനെ വഅദ് 2 മണിക്കൂറല്ല 3-4 മണിക്കൂർ പറഞ്ഞാൽ അവർക്ക് മടുക്കൂല. അതാണ് ഈ അടുത്ത് വന്നിരിക്കണം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഒരു അരമണിക്കൂർ കൂടി ശ്രദ്ധിക്കെല്ലാവരും. ഇൻഷാ അല്ലാഹ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ആ ഒരു ദിവസത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. വത്തഖൂ, എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കണം. തഖ്വ എന്ന് പറഞ്ഞാൽ അതാണ് നിർബന്ധമായ വിഷയങ്ങൾ ചെയ്യണം. അല്ലാഹു നിഷിദ്ധമാക്കിയത് ചെയ്യാനും പാടില്ല. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എന്തൊക്കെയാണോ അള്ളാഹു നിർബന്ധമാക്കിയത് അത് സമയത്ത് ചെയ്യണം. അള്ളാഹു ഹറാമാക്കിയത് ചെയ്യാനും പാടില്ല. എന്തൊക്കെ അള്ളാഹു നിർബന്ധമാക്കിയത്? ഒന്ന് നിർബന്ധമായ വിഷയങ്ങൾ എന്താ? നമ്മൾക്ക് നിർബന്ധമായ ഫർളായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നിസ്കാരമാണ്. നിസ്കാരം അള്ളാഹു നമ്മൾക്ക് നിർബന്ധമാക്കി. അത് സമയത്ത് തന്നെ ചെയ്യണം. തോന്നുമ്പോൾ ചെയ്തിട്ട് കാര്യമില്ല. നിസ്കരിക്കണം. അതൊരു 12 മണിക്ക് ബാങ്ക് കൊടുത്താൽ 12:30 മുമ്പായി നിസ്കരിച്ചു തീർക്കണം. 3:30 ബാങ്ക് കൊടുത്താൽ 4 മണിക്ക് മുമ്പേ തീരണം നിസ്കാരം. 12:30 കൊടുത്ത ബാങ്ക് നിസ്കരിക്കുന്നത് 3 മണിക്കാണെങ്കിൽ ആ നിസ്കാരത്തിന് ഒരു പ്രസക്തിയുമില്ല. സമയത്ത് നിസ്കരിക്കണം. ഒന്നാമത്തെ വിഷയം നന്മയിലേക്ക് മുൻകിടക്കുന്നവർ. ആരാണവർ? അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ സമയത്ത് ചെയ്യുന്നവരാണ്. രണ്ടാമത്തേത് പരിശുദ്ധമായ റമളാനിലെ നോമ്പുകൾ, അതും സമയത്ത് ചെയ്യണം. സ്ത്രീകളുടെ നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയാൽ റമളാൻ കഴിഞ്ഞ ഉടനെ അത് ഖളാ വിട്ടണം. എന്തിനാ അടുത്ത റമളാനിലേക്ക് എന്തിനത് വെയിറ്റ് ചെയ്യുന്ന? എന്തിനാ? 5, 6, 7 നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയാൽ അടുത്ത റമളാൻ വരെ എന്തിനാണ് കാത്തിരിക്കുന്നത്? അത് ഖളാ വിട്ടിക്കൂടെ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഇന്നത്തെ ഇശാ നിസ്കാരം നമ്മളൊരു പക്ഷേ വീട്ടിൽ നിന്ന് വന്നവരാണ്. ഇശാ നിസ്കാരം 8 മണിക്ക് 7:40 7:50 ബാങ്ക് കൊടുത്തു. ഇന്നിപ്പോ നമ്മള് ഇശാ നിസ്കരിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു. നിസ്കരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചു. അള്ളാഹു ചോദിക്കും, എന്തേ ഇശാ നിസ്കരിക്കാത്തത് എന്ന്. അല്ല, ഞാൻ ശേഷം നിസ്കരിക്കാന്ന് വിചാരിച്ചു. അള്ളാഹുവിന്റെ തിരിച്ചു ചോദ്യം, 10 മണിയായിട്ടും എന്തേ നീ ഇശാ നിസ്കരിക്കാത്തത്? അതിന് നമ്മൾക്ക് മറുപടി ഉണ്ടാകുമോ? അതാ നിങ്ങൾ ആലോചിക്കേണ്ടത്. ശേഷം നിസ്കരിക്കോ ഇല്ല വേറെ വിഷയം. 10 മണി 8 മണിക്ക് കൊടുത്ത ബാങ്ക് 10 മണി 2 മണിക്കൂർ കഴിഞ്ഞു. എന്തുകൊണ്ട് നിസ്കരിച്ചില്ല? എന്ത് മറുപടിയാണ് പറയാൻ കഴിയുക? അതേപോലെ പരിശുദ്ധമായ റമളാൻ മാസത്തിലെ നോമ്പ് നഷ്ടപ്പെട്ടു പോയ സ്ത്രീകൾ
നിങ്ങളൊരു ശവ്വാൽ മാസം കഴിഞ്ഞു, ദുൽഹിജ്ജ മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ മരണപ്പെട്ടു പോയി എന്ന് സങ്കല്പിക്കുക. 2 മാസം കഴിഞ്ഞിട്ട് 6 നോമ്പ് നിങ്ങൾക്ക് ഖലാ വീട്ടാനുണ്ട്. അള്ളാഹു ചോദിക്കും നഷ്ടപ്പെട്ടു പോയ നോമ്പിനെ കുറിച്ച്. അപ്പൊ നിങ്ങൾ പറയും അടുത്ത റമദാൻ വരെ സമയമില്ലേ എന്ന് പറയും. ശരി തന്നെയാണ്. പക്ഷേ അള്ളാഹു ചോദിക്കുന്ന ചോദ്യം 2 മാസത്തിനിടയിൽ എന്തുകൊണ്ടത് നോക്കി വിട്ടിയില്ല? അതിന് മറുപടി ഉണ്ടോ? 2 മാസം കഴിഞ്ഞില്ലേ, എന്തേ നീ ഖലാ വിട്ടിയ? അതിന് മറുപടിയുണ്ടോ മുഅ്മിനീങ്ങളെ? അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ഫർളായ കാര്യങ്ങൾ പിന്തിപ്പിക്കാതെ സമയത്ത് തന്നെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. പിന്നെ സക്കാത്താണ്. സക്കാത്ത് ഇന്നാണ് ഒരാൾക്ക് സക്കാത്തിന്റെ കണക്ക് ശരിയാവുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയത്താണ് ബിസിനസ് തുടങ്ങിയത്, ഈ വർഷമാകുമ്പോൾ 1 വർഷമായി. കഴിഞ്ഞ വർഷം ഇന്നത്തെ ദിവസമാണ് 1 ലക്ഷം രൂപ അക്കൗണ്ടിലിട്ടത്. ഇന്നത്തെ ഈ ദിവസത്തോടു കൂടി 1 വർഷമായി. അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് ഇന്നാണ് നമ്മൾ. നാളെ നമ്മൾ മരണപ്പെട്ടു പോയാൽ അള്ളാഹു ചോദിക്കും എന്തേ സക്കാത്ത് കൊടുക്കാത്തത് എന്ന്. നാളെ കൊടുക്കാമെന്ന് പറയുമ്പോ എന്തേ ഇന്നലെ കൊടുക്കാത്തത്? മറുപടിയുണ്ടോ? അതേപോലെയാണ് ഹജ്ജ് നിർബന്ധമായി കഴിഞ്ഞാൽ, ഹജ്ജ് നിർബന്ധമായ ആളുകൾ, ഓരോ ആളുകൾക്ക് ഹജ്ജ് നിർബന്ധമായാൽ ഉടനെ തന്നെ ഹജ്ജ് ചെയ്യണമെന്നാണ്. 2-3 വർഷം കഴിഞ്ഞയാൾ മരണപ്പെട്ടു പോയി, ഹജ്ജ് നിർബന്ധമായ ഒരാൾ, അള്ളാഹു ചോദിക്കൂലേ എന്തേ ചെയ്യാത്തത് എന്ന്? മറുപടി ഉണ്ടാവൂല. അതുകൊണ്ട് നിർബന്ധമായ കാര്യങ്ങൾ പിന്തിപ്പിക്കാതെ സമയത്ത് തന്നെ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. പിന്നെയോ വതർക്കുമാ ഹറമല്ലാഹ്, അള്ളാഹു നിഷിദ്ധമാക്കിയത്, അള്ളാഹു ഹറാമാക്കിയത്, അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യാനും പാടില്ല. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഈ 3 വിഭാഗത്തിൽ പെടുന്നവർ? ആരൊക്കെയാണ്? ഒന്നാമത്തേത് വഅസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാരായ ആളുകൾ. സുല്ലത്തും മിനൽ അവ്വലീന വസുല്ലത്തും മിനൽ ആഖിരീൻ വസ്സാബിഖൂന അസ്സാബിഖൂൻ സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ. അള്ളാഹുവിലേക്ക് മുൻകടക്കുന്ന അള്ളാഹുവിന്റെ സ്വന്തക്കാരായ ആളുകളിൽ ബഹുഭൂരിഭാഗം ആളുകളും ആദ്യകാലത്തുള്ളവരാണ്. അവസാന കാലഘട്ടത്തിലുള്ളവർ വളരെ കുറച്ചു പേര് മാത്രമാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ആദ്യകാലത്തുള്ളവർ, അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടത്തിലുള്ളവർ മഹാന്മാരായ സ്വഹാബാക്കളാണ്. അള്ളാഹുവിന്റെ സ്വന്തക്കാരായ ആളുകൾ, അവർക്ക് അള്ളാഹു നൽകുന്ന പ്രത്യേകത സ്വർഗത്തിൽ മഹാന്മാരായ പ്രവാചകന്മാരുടെ കൂടെയാണ് അവർ. സിദ്ദീഖീങ്ങളുടെ കൂടെയാണ്, സ്വഹാബാക്കളുടെ കൂടെയാണ്, ശുഹദാക്കളുടെ കൂടെയാണ്. അത്തരം ആളുകൾ മഹാന്മാരായ പ്രവാചകന്മാരുടെ കൂടെ ഏറ്റവും വലിയ സൗകര്യമാണ് അവർ ഉപയോഗിക്കുന്നത്. ഫിർദൗസ് എന്ന സ്വർഗത്തിലാണ് സാബിഖൂന സാബിഖൂൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സ്വന്തക്കാരുള്ളത്. പിന്നെയോ വഅസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാരെന്ന് പറയുന്നത് അവരതിന്റെ താഴെയാണ്. ആദ്യത്തെ സമുദായത്തിൽ നിന്ന് വലിയൊരു വിഭാഗം, ഈ സമുദായത്തിലെ അവസാന ഭാഗത്തിൽ നിന്ന് വലിയൊരു വിഭാഗം. പിന്നെയോ വഅസ്ഹാബുശ് ശിമാൽ, ഇടതുപക്ഷം എന്ന് പറയുന്നത് അവർക്ക് അള്ളാഹു നൽകുന്നത് നരകത്തിന്റെ ഭയാനകമായ ശിക്ഷയാണ്. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതേപോലെ അള്ളാഹുവിന്റെ സ്വന്തക്കാരെന്ന് പറയുന്ന വസ്സാബിഖൂന അസ്സാബിഖൂൻ, ഈ വിഭാഗം ആളുകൾ മരണപ്പെടുന്ന സമയത്ത് അള്ളാഹുവിന്റെ മാലാക്കമാർ അവരിലേക്ക് ഇറങ്ങുമെന്നാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അള്ളാഹു എന്റെ റബ്ബാണ് എന്ന് പറഞ്ഞ് തുമ്മസ്തഖാമു, പിന്നെ അള്ളാഹു പറഞ്ഞതുപോലെ ഒരാൾ ജീവിച്ചാൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അള്ളാഹുവിന്റെ മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരുമെന്നാണ്. അവർ മരണപ്പെടുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്നാണ്. എന്നിട്ട് മരിക്കാൻ പോകുന്ന അവരോട് പറയുന്നത് അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗ്ഗം അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളിൽപ്പെട്ട ഒരാൾ മരിക്കാൻ കിടക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. അവരുടെ ഭാര്യ തൊട്ടടുത്തുണ്ട്, അവരുടെ മക്കള് തൊട്ടടുത്തുണ്ട്, അവരുടെ മാതാപിതാക്കളുണ്ട്, ജ്യേഷ്ഠാനുജന്മാരുണ്ട്, പെങ്ങന്മാരുണ്ട്, ചങ്ങാതിമാരുണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാവരുമുണ്ട്. അസ്രായീൽ അലൈഹിസ്സലാം 500ഓളം മലക്കുകളുടെ അകമ്പടിയോടെയാണ് ആകാശങ്ങളിൽ നിന്ന് റൂഹ് പിടിക്കാൻ വേണ്ടി കടന്നു വരുന്നത്. ആ സമയത്ത് റൂഹ് പിടിക്കും
പെയ്യുന്ന സമയത്ത് തടയാൻ ഒരാൾക്കും കഴിയുന്നില്ലല്ലോ. ഉപ്പയെ രക്ഷപ്പെടുത്താൻ മക്കൾക്ക് കഴിയുന്നില്ല, ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ ഭാര്യയ്ക്ക് കഴിയുന്നില്ല, അതേപോലെ മക്കളെ രക്ഷപ്പെടുത്താൻ പിതാവിന് കഴിയുന്നില്ല, സഹോദരനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല, സഹോദരിയെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല, ചങ്ങാതിയെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല. നമ്മുടെ മുമ്പിൽ വെച്ചാണ് അസ്രായീൽ അലൈഹിസ്സലാം റൂഹും പിടിച്ചു കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ പറയപ്പെട്ട അസ്ഹാബുൽ യമീൻ, അതുപോലെ അള്ളാഹുവിന്റെ സ്വന്തക്കാരായ വലതുപക്ഷക്കാരായ ആളുകൾ, മുഖറബീങ്ങളിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരോട് ഈ അസ്രായീൽ പറയുന്നത്, നിങ്ങൾക്ക് പേടിക്കേണ്ട, പേടി വേണ്ട, ടെൻഷൻ വേണ്ട. എന്തിനാണ് പേടിക്കുന്നത്? ഖബറിടത്തിലേക്ക് പോകുന്നതിനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ വീടിനെക്കാളും നല്ല വീടാണ് അവിടെ ഖബറിടത്തിലുള്ളത്. നിങ്ങളുടെ ഭാര്യയെക്കാളും നല്ല ഭാര്യ ഖബറിടത്തിലുണ്ട്. നിങ്ങളുടെ ഭർത്താവിനെക്കാളും നല്ല ഭർത്താവ് ഖബറിടത്തിലുണ്ട്. മക്കളെക്കാളും നല്ല മക്കളുണ്ട്. അയൽവാസികളെക്കാളും നല്ല അയൽവാസികളുണ്ട്. നിങ്ങളുടെ ഖബറിടം ഇടുങ്ങിയതല്ല, വിശാലമാണ്. അങ്ങേയറ്റം കാണാത്ത, വലതുഭാഗത്തും ഇടതുഭാഗത്തും അങ്ങേയറ്റം കാണാത്ത വിശാലമായ ഖബറിടമാണ്. സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെട്ട് സ്വർഗീയ സുഖങ്ങളുള്ള ഖബറിടങ്ങളാണ്. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ കൂട്ടുകാരും ഞങ്ങളാണ്. അതുകൊണ്ട് യാതൊരു പേടിയും വേണ്ട എന്ന് പറഞ്ഞ് അസ്രായീൽ അലൈഹിസ്സലാം അവരുടെ സമീപത്തേക്ക് കടന്നു വരുമ്പോൾ അവര് പറയും, എന്നാൽ വേഗമൊന്ന് ഈ ദുനിയാവിന്റെ പ്രയാസത്തിൽ നിന്ന്, ദുനിയാവിന്റെ ടെൻഷനിൽ നിന്ന് ഒന്ന് വേഗം കൊണ്ടുപോകൂ എന്നെ ഖബറിടത്തിലേക്ക് എന്ന് ഈ മുഖറബീങ്ങൾ പറയുമെന്നാണ്. മുഖറബീങ്ങളായ ആളുകൾ ആഗ്രഹിക്കും ഒന്ന് മരിച്ചു പോകാൻ. അവരെ കാണാൻ അള്ളാഹുവിനും ഇഷ്ടമാണ്, അവരെ കാണാൻ അള്ളാഹുവിനും ഇഷ്ടമാണ്. അള്ളാഹു അവരെ കാത്തു നിൽക്കുമെന്നാണ് പറഞ്ഞത്. ആർക്കാ മുഅ്മിനീങ്ങളെ ടെൻഷൻ ഉണ്ടാവുക? ചെറിയ വീട്ടിൽ നിന്ന് വലിയ വീട്ടിലേക്ക് പോകുന്നവർ സന്തോഷിക്കുകയല്ലേ ചെയ്യുക? ചെറിയ വീട്ടിൽ നിന്ന് വലിയ വീട്ടിലേക്ക് പോകുന്നവർ, അഥവാ പഴയ വീട്ടിൽ നിന്ന്, പഴയ തറവാടിൽ നിന്ന് പുതിയൊരു വീടിലേക്ക് കുടിയിരിക്കുന്ന ആളുകൾ സന്തോഷിക്കുകയല്ലേ ചെയ്യുന്നത്? അതേപോലെയാണ് നല്ല ഒരു മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് അയാളുടെ ഈ ചെറിയ വീടിൽ നിന്ന് വിശാലമായ വീടിലേക്കാണ് പോകുന്നത്. അയാൾക്കത് സന്തോഷമാണ്. പെട്ടെന്നും തന്നെ കൊണ്ടുപോകുമോ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനവരെ കാണാൻ ഇഷ്ടമാണ്. എന്നാൽ ഈ പറയുന്ന വഴിപിഴച്ചു പോയ ചമ്മാടികളായ ധിക്കാരികളായ ആളുകൾ, അള്ളാഹുവിനെ മറന്നുപോയ ആളുകൾ, കണ്ണുകൊണ്ടും ചെവി കൊണ്ടും കൈകാലുകൾ കൊണ്ട് തെറ്റുകൾ ചെയ്തു പോയ ആളുകൾ, കണ്ണുകൾ കൊണ്ട് ഹറാമുകൾ, ചെവികൾ കൊണ്ട് ഹറാമുകൾ കേട്ടു, മനസ്സുകൾ കൊണ്ട് ഹറാമ് ചിന്തിച്ചു, കൈകൾ കൊണ്ട് ഹറാമ് ചെയ്തു, കാലുകൾ കൊണ്ട് ഹറാമിലേക്ക് നടന്നിട്ടുണ്ട്, തൗബ ചെയ്തിട്ടില്ല, കഞ്ചാവടിച്ചിട്ടുണ്ട്, കള്ളു കുടിച്ചിട്ടുണ്ട്, തൗബ ചെയ്തിട്ടില്ല, വ്യഭിചരിച്ചിട്ടുണ്ട്, പ്രണയിച്ചിട്ടുണ്ട്, തൗബ ചെയ്തിട്ടില്ല, കൊലപാതകവും മോഷണവും നടത്തിയിട്ടുണ്ട്, തൗബ ചെയ്തിട്ടില്ല. അള്ളാഹുവിലേക്ക് മടങ്ങാതെ ധിക്കാരികളായി ചമ്മാടികളായി ജീവിക്കുന്ന ഒരാൾ മരണപ്പെട്ടു പോയാൽ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ അല്ലാഹു പറഞ്ഞു തന്നത്, ലാ തഖൂമുസ്സാഅതു ഹത്താ യൽഹറ മൗതുൽ ഫജഅ, ആളുകൾ പെട്ടെന്ന് മരിച്ചു പോവാതെ സൂചനകൾ ഉണ്ടാവൂല മുഅ്മിനീങ്ങളെ, ലക്ഷണങ്ങൾ ഉണ്ടാവൂല മുഅ്മിനീങ്ങളെ, രോഗങ്ങളായി കിടക്കേണ്ട അവസ്ഥയുണ്ടാവൂല. ഇരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നത്, ഉറങ്ങിയവരാണ് മരണപ്പെടുന്നത്. അതുപോലെ ഞാനുമായി ബന്ധമുള്ള ഒരാൾ, അദ്ദേഹം ജുമുഅ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരുങ്ങിയതാണ്, പള്ളിയിലേക്ക് പോകാൻ വേണ്ടി കുളിച്ച് വൃത്തിയായി വസ്ത്രം ധരിച്ച് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോ ഇരിക്കുന്ന കസേരയിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയതാണ്. ലാ തഖൂമുസ്സാഅ, ലോകാവസാനം സംഭവിക്കില്ല മുഅ്മിനീങ്ങളെ, ഹത്താ യൽഹറ മൗതുൽ ഫജഅ, ആളുകൾ പെട്ടെന്ന് മരണപ്പെട്ടു പോവാതെ ഉറങ്ങിയവർ രാവിലെ എണീക്കുമെന്ന് ഉറപ്പിക്കരുതേ. നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലയോ? ഇദാ അസ്ബഹത ഫലാ തൻതളിരിൽ മസാ, രാവിലെ എണീറ്റാൽ വൈകുന്നേരം വരെ ജീവിച്ചിരിക്കുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത്. ഇന്ന് രാത്രി ഉറങ്ങാൻ കഴിയുമെന്ന് ആരും വിചാരിക്കണ്ട, തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തുമെന്നും ആരും വിചാരിക്കണ്ട. 2 ദിവസം മുമ്പ് മലപ്പുറം ജില്ലയിൽ ഒരു വാദ കഴിഞ്ഞിട്ട് തിരിച്ചുപോയ 2 സഹോദരിമാർ ആക്സിഡന്റിൽപ്പെട്ട് അതിലൊരു സഹോദരി ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ്, സീരിയസ് ആണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ വാദ കഴിഞ്ഞ് വീട്ടിലേക്ക് നമ്മൾ ആരും തിരിച്ചെത്തുമെന്ന് വിചാരിക്കണ്ട. ഏകദേശം 400 കിലോമീറ്ററുകളോളം എനിക്ക്
യാത്രയുണ്ട്. ഈ എന്റെ അവസ്ഥയടക്കം ഞാൻ പറയുകയാണ്. വഅദ് കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് എത്തുമെന്നുറപ്പില്ല. അള്ളാഹുവിന്റെ കൈകളിലാണ് എന്റെ ജീവിതമുള്ളത്. അതിനു മുമ്പ് മരണപ്പെട്ടു പോയാൽ ഞാൻ വല്ല അമലും ചെയ്തു വെച്ചിട്ടുണ്ടോ, ആഖിറത്തിലേക്ക് ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. തെറ്റിലായിരിക്കും മരണപ്പെട്ടു പോയാൽ നമ്മുടെ കാര്യം കഷ്ടമാണ്. എന്നാൽ നന്മ ചെയ്തുകൊണ്ട് മരണപ്പെട്ടു പോയാൽ പേടിക്കാനുമില്ല. തെറ്റ് ചെയ്തുകൊണ്ട് ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാളുടെ കാര്യം കഷ്ടമാണ്. എന്നാൽ ഒരാൾ നന്മ ചെയ്തുകൊണ്ട് മരണപ്പെട്ടു പോയാൽ അയാൾക്ക് പേടിക്കാനുമില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പെട്ടെന്ന് ആളുകൾ മരണപ്പെട്ടു പോകുന്ന കാലമായതുകൊണ്ട് എപ്പോഴും നന്മയിലായിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. എപ്പോഴും നന്മയിലായിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഒരു തെറ്റ് വന്നാൽ ഉടനെ തന്നെ നന്മ ചെയ്ത് ആ തെറ്റിനെ മായ്ച്ചു കളയണം. ജീവിതത്തിൽ ഒരു തെറ്റ് വന്നാൽ ഹറാമോ, ചെയ്യാൻ പാടില്ലാത്തതോ, കാണാൻ പാടില്ലാത്തതോ, തിന്നാൻ പാടില്ലാത്തതോ എന്തുമായാലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അങ്ങനെ ഒരു തെറ്റ് വന്നു പോയാൽ ഉടനെ ഒരു നന്മ ചെയ്തുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് ആ തെറ്റിനെ മായ്ച്ചു കളയണം. അഥവാ നമ്മുടെ അവസാനം എപ്പോഴും നന്മയായിരിക്കണം. തൊട്ടു മുമ്പ് ഒരു തെറ്റാണെങ്കിൽ അതിന്റെ തൊട്ടുടനെ ഒരു നന്മ ചെയ്തിട്ട് നിങ്ങളുടെ അവസാനം എന്തു ചെയ്തു എന്ന് എപ്പോഴും നിങ്ങൾ ആലോചിക്കണം. രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇന്ന് അവസാനം ഞാൻ എന്താണ് ചെയ്തത്. സ്കൂളിലേക്ക് പോകുമ്പോൾ ചിന്തിക്കണം, അവസാനം എന്താണ് ചെയ്തത്. രാത്രി ഉറങ്ങുമ്പോൾ ചിന്തിക്കണം, ഇന്ന് അവസാനം എന്താണ് ചെയ്തത്. അവസാനം ചെയ്തത് തെറ്റാണെങ്കിൽ, അവസാനം ചെയ്തത് തിന്മയാണെങ്കിൽ, ആ തിന്മ ചെയ്തുകൊണ്ട് ഒരാൾ മരണപ്പെട്ടു പോയാൽ, ആ തിന്മ ചെയ്തുകൊണ്ട് ഒരാൾ അള്ളാഹുവിന്റെ വെളിയാളം വന്നാൽ അയാളുടെ കാര്യം കഷ്ടമാണ്. എന്നാൽ നന്മ ചെയ്ത് മരിച്ചാൽ അയാൾക്ക് പേടിക്കാനുമില്ല.